കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് ലഭിക്കുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് രണ്ട് സിം കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. രണ്ട് സിം കാർഡുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഡിവൈസ് ആണ് പരിചയപ്പെടുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ട് ഉള്ള ഫോണുകളിൽ രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനായിട്ട് നമുക്കൊരു ചെറിയ ഡിവൈസ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഇതിന്റെ വില 200 രൂപയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഡിവൈസ് നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. ഞാനിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നാനോ ടു നാനോ ഡിവൈസ് ആണ്. നിങ്ങൾക്ക് നാനോ ടു നോർമൽ സിം കാർഡാണ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഹൈബ്രിഡ് സിം സ്ലോട്ട്. ഇതിൽ നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് സിമ്മുകൾ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ രണ്ട് സിമ്മുകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഒരു മെമ്മറി കാർഡ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടിൽ സാധിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഒരു സിം കാർഡ് ഞാൻ റിമൂവ് ചെയ്തു. അതിനുശേഷം ഇവിടെ മെമ്മറി കാർഡ് ഇടുകയാണ്. നോക്കുക, ഇതേപോലെ നിങ്ങൾക്ക് ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും ഉപയോഗിക്കാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് സിം കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഓരോ കമ്പനികളുടെ ഫോണിലും സിം സ്ലോട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ രീതിയിലായിരിക്കും. നിങ്ങളുടെ ഫോണിൽ ഏത് രീതിയിലാണ് സിം സ്ലോട്ട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ അതിനനുസരിച്ച് മെമ്മറി കാർഡ് ആദ്യം സിം സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇത് ഫോണിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഡിവൈസ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ശകലം പശ വെച്ച് ഇവിടെ ഒട്ടിക്കാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ഇത് ഫോണിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മെമ്മറി കാർഡിന് മുകളിലായിട്ട് ഇതേപോലെ വയ്ക്കുക. അതിനുശേഷം വളരെ ശ്രദ്ധിച്ച് നിങ്ങളിത് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിനുള്ളിൽ ഒരു മെമ്മറി കാർഡും ഒരു സിമ്മും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സിമ്മോട് ഇതിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഫോണിൽ ഇപ്പോൾ ഒരു സിം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മെമ്മറി കാർഡ് ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ സ്റ്റോറേജിൽ നോക്കുകയാണ്. സ്റ്റോറേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 58 GB ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്കിനി ബാക്ക് ചെയ്ത് ഈ ഫോണിലേക്ക് അടുത്ത സിം ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇത് ജിയോയുടെ നാനോ സിം ആണ്. ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫോണിൽ രണ്ട് സിം കാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മെമ്മറി കാർഡും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മുമ്പ് നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടിൽ രണ്ട് സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. എന്നാൽ നമ്മൾ ഈ ചെറിയ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ ഫോണിൽ രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ സിം സ്ലോട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഇതിന്റെ ഈ വെളിയിലോട്ടുള്ള കണക്ഷന് വളരെ തിന്നായിട്ടുള്ള ഒരു കണക്ഷനാണ്. ഇത് സിം സ്ലോട്ടിന് വെളിയിലോട്ട് വന്നിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്ര തിന്നായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഞാൻ മൊത്തമായിട്ട് ഈ സിം സ്ലോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ക്ലോസ് ചെയ്യാൻ സാധിക്കും. ക്ലോസ് ചെയ്തതിനു ശേഷം സിം കാർഡ് ഇതേപോലെ ഫോണിന്റെ പുറകിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു വെക്കാൻ സാധിക്കും. നിങ്ങളോട് നോക്കുക. ഇത്രയും ഒരു വലുപ്പത്തിൽ ഈ സിം കാർഡ് നിങ്ങളുടെ ഫോണിന് പുറകിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഫോണിൽ ബാക്ക് കവർ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സിം കാർഡ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ ഫോണിലൊരു ബാക്ക് കവർ ഇടുകയാണ്. ബാക്ക് കവർ ഇട്ടതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ സിം കാർഡ് ഇതിന് പുറവശത്തുള്ളത് കൊണ്ട് ഇത് പ്രോപ്പറായിട്ട് ഈ ബാക്ക് കവർ ഇതിൽ വരുന്നില്ല. നിങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ, അതായത് ട്രാൻസ്പെറന്റ് ബാക്ക് കവറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ഡിവൈസ് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവൈസ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫോണിന്റെ ആ ഒരു ക്ലീൻ ലുക്ക് നഷ്ടപ്പെടും. എന്നാൽ ഈ ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് വാങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.